ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടിടുന്നത്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കുന്നത് എഞ്ചിൻ ഓയിൽ മാറ്റണം, ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനുണ്ട്, ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ വാട്ടർ സർവീസ്, ജനറൽ സർവീസ്, ഇത്രയും കേസാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നിലവിൽ നമ്മളുടെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ നിലവിൽ ഓവർഫ്ലോ ആയിട്ട് നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കാർബറേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് കംപ്ലയിൻറ്റ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ പ്രോബ്ലം ഇല്ലേ, ഇപ്പം നിലവിൽ കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ കൂടി കാർബറേറ്റർ ഇപ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ടുള്ളൂ. കാർബറേറ്റർ ശരിക്കും പെട്രോളിൻ്റെ ഓവർഫ്ലോ പോകുന്നതുകൊണ്ടാണ് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ. പക്ഷേ നമുക്കത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ അഴിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് വെച്ചിട്ട് നമ്മൾ അഴിച്ച് നോക്കി ചില കേസിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് വരവ് സാധാരണ ഇതിൽ കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലി കൂടി മാറ്റേണ്ടതായിട്ട് വരും. അതും കൂടി തയ്യാറായിട്ട് വേണം നമ്മൾ അഴിക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് വന്നിട്ട് അഴിച്ചാൽ മതി. കാർബറേറ്റർ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ഓവർഫ്ലോ വന്നു എന്ന് കരുതുക. ഓവർഫ്ലോൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലി മാറ്റേണ്ടി വരും. മാറ്റി പുതിയത് വെക്കണ സമയത്ത് നമുക്കത് ഈ പെട്രോളിൻ്റെ പൈപ്പും അതിൻ്റെ ഉള്ളിൽ വരുന്ന ടാപ്പ് അടക്കം മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. കാരണം ഓൾറെഡി പെട്രോൾ ടാപ്പ് ഫുൾ ത്രൂ ഔട്ട് ലൈൻ വന്ന് നിൽക്കുക. അതുകൊണ്ടോ നമ്മൾ ശരിക്കും വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ആണ് പെട്രോൾ വരാൻ പാടുള്ളൂ. ഇത് ഫുൾ ടൈം ലൈൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതും നമുക്കൊരു പ്രോബ്ലമാണ് ഈ ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കാനായിട്ട്. കാരണം ഞാൻ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ ഫുൾ ടൈം പെട്രോൾ പോകും. ആ ടാങ്കിലുള്ള പെട്രോൾ പോയി തീരണ വരെ ഓവർഫ്ലോ വന്നുകൊണ്ടിരിക്കും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ കേട്ടോ. നിലവിൽ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ കണ്ടീഷൻ അറിയാൻ പറ്റുള്ളൂ. ചില കേസിൽ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ ക്രമാതീതമായിട്ട് ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരും. അത് പെട്രോൾ നമ്മളിപ്പോൾ പൈപ്പ് തുറന്ന് താഴേക്ക് പോകുന്ന രീതിയിൽ ഓവർഫ്ലോ വരാറുണ്ട് ചില വണ്ടികൾക്ക്. ഒട്ടുമിക്ക വണ്ടിക്കും അങ്ങനത്തെ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയണതിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഈ പറഞ്ഞ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലി കൂടി മാറ്റാൻ കണക്കാക്കിയിട്ട് വേണം നമ്മൾ അഴിക്കാനായിട്ട് കേട്ടോ. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമ്മയാണ്. ബാക്ക് വീലിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ഷാഫ്റ്റാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഗിയറിനകത്ത് തന്നെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നല്ല ഓയിലാണ് കേട്ടോ. ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാണ്ട്. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നിലവിലില്ല. ബാക്കിലത്തെ ടൈൽ ഗ്ലാസ് കൂടെ ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. അപ്പോൾ എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ CVT ക്ലച്ച് നമുക്ക് ഓൾറെഡി സർവീസിൻ്റെ ഭാഗമായിട്ട് ചെക്കപ്പിന് വേണ്ടി അയച്ചാനാണ്. റൊട്ടീൻ ചെക്കപ്പാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, ബെൽറ്റൊക്കെ പുതിയ ബെൽറ്റാണ് കിടക്കണത്, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഓരോ പാർട്സ് ക്ലച്ചിനകത്ത് തന്നെ ഓരോ ഭാഗങ്ങൾ നമ്മൾ വേരിയേറ്റർ ബോഡി, ബോസ്, പീസെറ്റ് സ്ലൈഡ്, ബെൻഡെക്സ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ എന്നാലും പറയത്തക്ക കംപ്ലയിൻ്റ് എന്ന് പറയാനില്ല. ബോസ് ഡ്രൈവൊക്കെ ചെറിയൊരു പ്ലേ കാണിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട്. ഓയിൽ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. നല്ല വേറെ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ നെറ്റ് ടൈപ്പ് ഫിൽറ്ററാണ്. നമുക്ക് മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നും മതി, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് പറയത്തൊക്കെ ലീക്കേജ് ഒന്നുമില്ല. അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു, ആക്സിലേറ്ററിൻ്റെ കേബിളും ചെക്ക് ചെയ്തു. രണ്ട് കേബിളുകളും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബുഷുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്കിൻ്റെ ബുഷ് ഇവിടെ നോക്കുമ്പോൾ അറിയാം, അത്യാവശ്യം ഇത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. ഈ സൈഡും അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ശരിക്കും 500 രൂപയുടെ മുകളിൽ നമുക്ക് അതിന് വിലയുണ്ട് ഈ ലിങ്ക് ബുഷിന്. കാരണം അത് കോപ്പറിൻ്റെ 4 ബുഷും മെറ്റലിൻ്റെ 2 ബുഷുമാണ് വരിക ആ കിറ്റിനകത്ത്. അപ്പോൾ അത് രണ്ടും കൂടി വരുമ്പോൾ നമുക്ക് അത്ര റേറ്റ് വരുന്നുണ്ട്, കിറ്റായിട്ടേ വരുള്ളൂ. പിന്നെ അത് കൂടാണ്ട് ഫ്രണ്ടിലെ ഷോക്കിൻ്റെ ഈ ഗ്രീൻ ബുഷ് ഇതും ഓവലായിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടുന്നതായിട്ടുണ്ട്. അപ്പോൾ 2 ബുഷുകൾ അതിനകത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. ബാക്കിലത്തെ ബുഷിന് ഏകദേശം ഒരു 500 രൂപ മുകളിൽ നമുക്ക് റേറ്റ് ഉണ്ട് കേട്ടോ. 500-550 ഇടയിലാണ് അതിൻ്റെ റേറ്റ് വരാം. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ലൈനർ ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ട് ടയറിൽ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ പുതിയ ബാറ്ററിയാണ് അതും ഇരിക്കുന്നത് കേട്ടോ, വലിയ പഴക്കമായിട്ടില്ല. 2025 2025 ബാറ്ററിയാണ്. 25-26 പുതിയ ബാറ്ററിയാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്, കിട്ടണമൊക്കെ ഉണ്ട് കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ, ഓയിൽ ചേഞ്ച് കൂട്ടത്തിൽ കൂടെ ചെയ്ത് പോകും. അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് മെയിനായിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഇതിനകത്തേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷ് വന്നുണ്ട്, ലിങ്ക് ബുഷ് വന്നുണ്ട്. 2 ബുഷുകൾ മാറ്റേണ്ടതായിട്ട് വന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ബോൾട്ട് വാഷ്, ഓറിങ് അതെല്ലാം നമ്മൾ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്.
കാർബേറ്ററിൻ്റെ കേസ് നോക്കാം. കാർബേറ്റർ ക്ലീൻ ചെയ്യുന്ന ഓവർഫ്ലോൻ്റെ പ്രശ്നത്തിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്നുള്ളത് അഴിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. അഴിച്ച കംപ്ലൈൻറ്റ് വന്നാൽ മാറ്റാൻ കണക്കാക്കിയിട്ട് വേണം അഴിക്കാനായിട്ട്. അപ്പോൾ അത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അതനുസരിച്ചിട്ട് നമുക്കൊരു എസ്റ്റിമേറ്റ് ഇടാം കേട്ടോ. പിന്നെ ഈ ഹാൻഡിലിൻ്റെ കവർ, ഈ വൈസറിൻ്റെ അവിടെ ഭാഗം ഇവിടെയൊക്കെ പൊട്ടിയിരിക്കാതുണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയ്ക്ക് ഉള്ളതുകൊണ്ട് ചെറിയ ജർക്കിങ്, ഒരു ഗട്ടറുള്ള വഴിക്കൊക്കെ പോകുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കിരിയുന്ന സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി ഇവിടെ ബുഷ് പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷെയ്ക്കൊക്കെ ഓൾറെഡി നമുക്ക് ഇവിടേക്ക് കിട്ടും. വൈസറിൻ്റെ ഭാഗത്തൊക്കെ വണ്ടി ഓടുന്ന സമയത്ത് തന്നെ ആ ചാട്ടമൊക്കെ അതിനകത്തേക്ക് വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ സാധനം പൊട്ടിപ്പോണത് കേട്ടോ. പിന്നെ ഫൈബർ പഴക്കം വരുമ്പോഴും അതിൻ്റെ പെട്ടെന്ന് അങ്ങനത്തെ ഷെയ്ക്ക് വരുമ്പോൾ പെട്ടെന്ന് പൊട്ടും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ച് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. കാർബേറ്ററും കൂടി അഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി അഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതനുസരിച്ച് ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.